ഈ കാണുന്നത് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പ് മേടിച്ച ഹെയർ ട്രിമ്മറാണ്. 400 താഴെയായിരുന്നു ഇതിനായത്. അപ്പോൾ ഈ ഒരു ട്രിമ്മർ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു ട്രിമ്മർ ഉപയോഗിച്ച് തന്നെയാണ് മുടിയെല്ലാം വെട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നല്ല അടിപൊളി ട്രിമ്മറാണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയ ഐറ്റമാണ്. ഈ ഒരു ട്രിമ്മറിൻ്റെ 95% പാർട്സും മെറ്റൽ തന്നെയാണ്. അതുപോലെ ഇതിനകത്ത് കംപ്ലൈൻറ്റ് ആകാൻ പ്രത്യേകിച്ച് അങ്ങനെ അധികം സാധനങ്ങളൊന്നുമില്ല. ഒരു മോട്ടർ, ഒരു സ്വിച്ച്, ഒരു ബാറ്ററി, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഈ ഒരു ട്രിമ്മറിൽ പ്ലാസ്റ്റിക് ആയിട്ട് വരുന്ന ഈ ഒരു ബ്ലേഡിൻ്റെ അവിടെ ആയിട്ട് വരുന്ന ആ ഒരു പാർട്ടും അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ അവിടെ വരുന്ന ആ ഒരു പാർട്ടും, അതുപോലെ ഈ ഒരു ട്രിമ്മറിൻ്റെ കൂടെ നമുക്ക് 4 ക്ലിപ്പുകളാണ് ഇങ്ങനെ കിട്ടുന്നത്. 1.5 mm-ൻ്റെയും അതുപോലെ 2 mm-ൻ്റെയും 3 mm-ൻ്റെയും 4 mm-ൻ്റെ അങ്ങനെ 4 ക്ലിപ്പുകളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഈ ട്രിമ്മർ വാങ്ങിയ സമയത്ത് ചെയ്ത വീട്ടിൽ നെഗറ്റീവായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ഒരു ട്രിമ്മറിൻ്റെ കൂടെ കിട്ടുന്ന ബാറ്ററിയും അതുപോലെ ചാർജറിന് വലിയ ക്വാളിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു. ഈ ഒരു ട്രിമ്മറിൻ്റെ ബാറ്ററിക്ക് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനതല്ല ഉപയോഗിക്കുന്നത്, വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാറ്ററി വാങ്ങിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററിക്ക് ഇതുവരെയായിട്ട് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ആ ഒരു ബാറ്ററി നമ്മൾ കൊതുക് ബാറ്റിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ആയിരുന്നു ആ ഒരു ട്രിമ്മറിൻ്റെ കൂടെ കിട്ടിയത്. ഇപ്പോഴും ഈ ഒരു ബാറ്ററി നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ട്രിമ്മറിൻ്റെ കൂടെ നമുക്കൊരു ചാർജർ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു ചാർജർ ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നില്ല. ഈ ട്രിമ്മറിൻ്റെ ബാറ്ററി ഞാൻ ചാർജ് ചെയ്യുന്ന സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമുക്ക് ഈ ഒരു ട്രിമ്മർ കംപ്ലൈൻറ്റ് വന്നാലും നമുക്കിങ്ങനെ ഓരോ പീസായിട്ട് അടിച്ച് മാറ്റാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് കംപ്ലൈൻറ്റ് ആവാൻ ഈ ഒരു മോട്ടർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഉള്ളത്. അപ്പോൾ ഈ ഒരു മോട്ടർ കംപ്ലൈൻറ്റ് ആയാലും നമുക്ക് വേറെ മോട്ടർ സ്പെയർ ആയിട്ട് മേടിക്കാൻ കിട്ടും. അതുപോലെ ഞാൻ ഈ ട്രിമ്മറിൻ്റെ മോട്ടർ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സെറാമിക് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു സെറാമിക് കപ്പാസിറ്റർ മോട്ടറിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും കണക്ട് ചെയ്തിടുവാണെങ്കിൽ മോട്ടറും വേഗം കംപ്ലൈൻറ്റ് ആവില്ല. അതുപോലെ ബാറ്ററി ലൈഫും കൂടുതൽ കിട്ടും. അതുപോലെ ഞാൻ ഈ ട്രിമ്മർ വാങ്ങിയ സമയത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ മോട്ടർ കംപ്ലൈൻറ്റ് ആയെങ്കിലോ എന്ന് കരുതി ഞാൻ 2 സ്പെയർ മോട്ടർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോട്ടറിന് 70 അങ്ങനെ എന്തോ സംതിങ് ആണ് ആയത്. ഇതുവരെയായിട്ട് എനിക്ക് ഈ ഒരു മോട്ടർ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ ഈ ട്രിമ്മറിൻ്റെ ബാക്കിൽ ഈ ഒരു കവറിലാണ് ഇതിൻ്റെ ഓണും ഓഫും ചെയ്യുന്ന സ്വിച്ച് വരുന്നത്. അപ്പോൾ ഈ സ്വിച്ച് കംപ്ലൈൻറ്റ് ആയാലും നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കും. പൊതുവേ മറ്റുള്ള ട്രിമ്മറായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിന് വളരെയധികം കംപ്ലൈൻറ്റ് കുറവാണ്. അതുപോലെ നമ്മൾ ഈ ഒരു ട്രിമ്മർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കഴിയാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇതിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ ആ ഒരു പാർട്ട് മാത്രമാണ് കഴുകാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പഴയ വീഡിയോസ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ മുടി വെട്ടുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോയിലും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്, കുറച്ച് പാർട്ട് മാത്രം. അതുപോലെ ഈ ട്രിമ്മർ വേഗം കേടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ മുടിയെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് ഈ ബ്ലേഡൊക്കെ അടിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ മുടിയെ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഷേവൊക്കെ ചെയ്യുന്ന ആ ഒരു ചെറിയ രോമങ്ങളെല്ലാം ബ്ലേഡിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിരുന്നാൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് ഈ ഒരു ബ്ലേഡ് വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ ഓരോ തവണയും ഉപയോഗിച്ചിട്ടും ഇതുപോലെ ബ്ലേഡൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ ഈ ട്രിമ്മർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ കൂടെ ചെറിയ ടിന്ന് ഓയിൽ കിട്ടും. അപ്പോൾ ആ ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കണം ചെറുതായിട്ട്. അതെവിടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഓയിൽ തീർന്നു പോയാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ ട്രിമ്മർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകുന്ന സമയത്ത് ഈ ഒരു ബ്ലേഡിൻ്റെ ആ ഒരു പാർട്ട് മാത്രമാണ് കഴുകാവുള്ളൂ. മോട്ടറിൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളം പോകാത്ത രീതിയിൽ ചെയ്താൽ മതി. അതുപോലെ നമ്മളിങ്ങനെ വാങ്ങുന്ന ഈ ട്രിമ്മറിൻ്റെ കൂടെ കിട്ടുന്ന ബാറ്ററിക്ക് ചാർജ് നിൽക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ബാറ്ററി കംപ്ലൈൻറ്റ് ആയി പോകുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബാറ്ററി മേടിക്കാൻ കിട്ടും. 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ ട്രിമ്മറിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയ ബാറ്ററിയാണ്. 140 രൂപയാണ് ഈ ഒരു ബാറ്ററിക്ക്. അതായത് 2000 mAh ആണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഞാൻ ഈ രീതിയിലാണ് ചാർജ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചാർജ് ഇതുപോലെ ഒരെണ്ണം കിട്ടിയിരുന്നു. ആ ചാർജർ ഞാൻ ഉപയോഗിക്കാതെ എവിടേക്കോ പോയി കണ്ടില്ല നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിമ്മർ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചാർജറോ ബാറ്ററിയോ കംപ്ലൈൻ്റ് ആയാൽ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ലിഥിയം അയൺ ബാറ്ററി ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലത്തെ ചെറിയൊരു പവർ ബാങ്കിൻ്റെ ബോർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിന് കടകളിലൊക്കെ 60 രൂപയുള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയം 2 ബാറ്ററിക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാം. ഈ ഒരു ബോർഡിലെ മൈക്രോ USB സോക്കറ്റിൽ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാം. ബാറ്ററി ചാർജ് ഫുള്ളാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകും. അതുപോലെ ഇതിനകത്ത് ചാർജ് ഇൻഡിക്കേറ്റർ എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ഒരിക്കലും നേരിട്ട് ഫോണിൻ്റെ ചാർജറൊന്നും കണക്ട് ചെയ്ത് ചാർജ് ചെയ്യരുത്. ഇങ്ങനത്തെ പവർ ബാങ്കിൻ്റെ ബോർഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാർജിങ് മൊഡ്യൂളോ ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിനും ഏകദേശം 60 രൂപയ്ക്കാണ് ഇവിടെ കടകളിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കാൻ ഞാൻ പറയില്ല. കാരണം ഈ ഒരു ബോർഡിൽ നമുക്ക് ഒരേ സമയം ഒരു ബാറ്ററിക്കാണ് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓവർ ഹീറ്റിംഗ് ഒക്കെ ആവും നമ്മൾ ഇതിനകത്ത് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയം. അതുപോലെ ഇങ്ങനെയുള്ള ട്രിമ്മറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററി ചാർജ് പൂർണ്ണമായിട്ടും തീരുന്ന വരെ ഉപയോഗിക്കരുത്. ഒരു 10 മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത തവണ ഉപയോഗിക്കുന്ന സമയത്ത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുക. കാരണം ഇങ്ങനെയുള്ള ബാറ്ററി 2.8 വോൾട്ടിന് താഴേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ആയി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 10 മിനിറ്റിന് മുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത തവണ ഉപയോഗിക്കുന്ന സമയത്ത് റീചാർജ് ചെയ്യുക ബാറ്ററി. അപ്പോൾ ഇനി ഈ ട്രിമ്മർ ഉപയോഗിച്ച് എങ്ങനെയാണ് മുടി വെട്ടുന്നത് കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ഈ ഒരു ട്രിമ്മറിൻ്റെ വീഡിയോ നേരത്തെ ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ച സംശയമായിരുന്നു, ഈ ട്രിമ്മറിൻ്റെ ഒരു ക്ലിപ്പ് ഊരി വെച്ചിട്ട് നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് മുറിയുമോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ മുറിയൊന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ ചിലർക്ക് ഷേവ് സെറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബ്ലേഡ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ട്രിമ്മർ വാങ്ങാൻ ഉപകാരപ്പെടും. അതുപോലെ ഈ ട്രിമ്മറിൻ്റെ ഇപ്പോഴത്തെ സൗണ്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ട്രിമ്മറിൻ്റെ ഈ ഒരു ബ്ലേഡിൻ്റെ എൻഡ് ഭാഗത്താണ് ഓയിലിടേണ്ടത് ഒന്നാമത്. ഇപ്പോൾ ഇവിടെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ കിട്ടിയ ഓയിൽ തീർന്നു പോയി. അപ്പോൾ ഈ ഒരു ബ്ലേഡിൻ്റെ എൻഡ് ഭാഗത്തും അതുപോലെ തന്നെ ട്രിമ്മറിൻ്റെ ഈ ഒരു ബ്ലേഡ് അടിയിലെ പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു പ്ലേറ്റിൽ ടച്ച് ആയിരിക്കുന്നത്. അപ്പോൾ ആ ടച്ച് ആയിരിക്കുന്ന ആ ഒരു പാർട്ടിലാണ് ഓയിൽ ഇട്ട് കൊടുക്കേണ്ടത്.
അപ്പോൾ നമ്മളിവിടെ ഓയിലിട്ട സമയത്തും ഓയിൽ ഇടുന്നതിന് മുമ്പുള്ള സൗണ്ടും കൂടെ ഒന്ന് കേട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഓരോ തവണ ഉപയോഗിക്കുന്ന സമയത്തും അതുപോലെ ഓയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോഴാണ് ട്രിമ്മർ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ മോട്ടറിന് വലിയ ലോഡില്ലാതെ ഫ്രീ ആയിട്ട് മോട്ടറും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിന്നിവിടെ മുടി വെട്ടാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇടുന്നത് 1.5 mm ക്ലിപ്പ് ഇട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളായിട്ട് മുടി വെട്ടാതിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മുടിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുടി വെട്ടുന്ന രീതി കൂടി ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ 1.5 mm ക്ലിപ്പ് ഇട്ട് ഈ ഒരു സൈഡിൽ നിന്നാണ്, കൃതാവിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാണ് ആദ്യമേ തുടങ്ങുന്നത്. അപ്പോൾ രണ്ട് സൈഡിലെയും കൃതാവിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ആദ്യമേ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വെട്ടാൻ പോകുന്നത്. അതുപോലെ ഞാൻ കൂടുതലായിട്ട് മുടി വെട്ടുന്നത് നെറുകയിലെ മുടി അങ്ങനെ ഒരുപാട് വെട്ടിക്കളയാറില്ല. ബാക്ക് സൈഡിലും അതുപോലെ ഈ രണ്ട് സൈഡ്, ചെവിയുടെ രണ്ട് സൈഡിലെയാണ് കൂടുതലായിട്ട് ഞാൻ കളയാറുള്ളത്. അപ്പോൾ ആദ്യമേ വെട്ടുന്ന സമയത്ത് ആ കൃതാവിൻ്റെ സൈഡിൽ നിന്ന് കയറ്റി ഈ ചെവിയുടെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. പിന്നെ കൂടുതലായിട്ടും കളയുന്നത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വലിയതായിട്ട് നോക്കാനൊന്നുമില്ല. ഈ ക്ലിപ്പ് ഇട്ട് മാത്രമേ വെട്ടാവുള്ളൂ. നമ്മളൊരു ചീപ്പ് ഉപയോഗിച്ച് നമ്മൾ മുടിയൊക്കെ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പിൽ അങ്ങ് ചെയ്ത് വിട്ടാൽ മതി. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യമേ സൈസ് കൂടിയ ക്ലിപ്പ് ഇട്ട് വെട്ടുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് അത് കട്ടി കുറഞ്ഞ് വരുന്ന രീതിയിൽ മാറ്റിയിട്ടാൽ മതിയായിരിക്കും. ഞാനിവിടെ ഇപ്പോൾ 1.5 mm ആ ഒരു ക്ലിപ്പ് മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ. കുറച്ച് നാൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്കങ്ങനെ വലിയ ക്ലിപ്പ് ഉപയോഗിക്കണമെന്നില്ല. ഏറ്റവും കുറഞ്ഞ ക്ലിപ്പ് ഇട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വെട്ടാൻ സാധിക്കും. അതുപോലെ ഞാനിവിടെ മുടി വെട്ടുന്ന ജനലിൻ്റെ ഗ്ലാസ്സിൽ നോക്കിക്കൊണ്ടാണ്. അതുപോലെ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് മുടി വെട്ടുന്നത്. ഞാൻ ഏകദേശം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ മുടി വെട്ടാൻ പോയത് കടയിൽ. അത് കഴിഞ്ഞ് ഇങ്ങനെ ചെറിയ ട്രിമ്മറൊക്കെ മേടിച്ചാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് ട്രിമ്മർ ഇങ്ങനെ മാറി ഉപയോഗിച്ചില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ ഒരു ട്രിമ്മർ. നേരത്തേക്ക് മേടിച്ചത് വേഗം തന്നെ കംപ്ലൈൻ്റ് ആയി പോകുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു വർഷത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഈ ഒരു ട്രിമ്മർ മാത്രമാണ് എനിക്കിപ്പം. അങ്ങനെ ഇപ്പം നമ്മൾ ബാക്കിലെ മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടി കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് മോൾ ഭാഗത്താണ്. അപ്പോൾ ഇത് വെട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ചീപ്പ് ഓവർ എടുത്തിട്ട് നമ്മളിതിൽ ഈ കാണുന്ന രീതിയിൽ എല്ലാ സൈഡിലേക്ക് ഇങ്ങനെ താഴേക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് താഴേക്ക് ചീക്കി വെച്ച് കഴിഞ്ഞ് കത്രികയാണെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ താഴേക്ക് ചീകിട്ടിരിക്കുന്നതിൽ കുറച്ചൊന്ന് വെള്ളം എന്തെങ്കിലും തളിച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് താഴേക്ക് ഇങ്ങനെ ഇരിക്കുന്ന മുടി കറക്റ്റായിട്ട് ലെവലിൽ കത്രിക എന്തെങ്കിലും കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ കത്രികയൊന്നും ഉപയോഗിക്കുന്നില്ല, ഈ ട്രിമ്മർ ഉപയോഗിച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുടി ലെവലാവും. പിന്നെ നമുക്ക് മുകളിലെ ആ ഒരു ടോപ്പിൽ വരുന്ന ആ ഒരു മുടിയാണ് പിന്നെ കറക്റ്റായിട്ട് ലെവൽ ചെയ്യേണ്ടത്. നമുക്ക് ടോപ്പിലെ മുടി കളയാൻ എളുപ്പമാണ്. ഓവറായിട്ട് പൊങ്ങി നിൽക്കുന്ന ആ ഒരു മുടി ട്രിമ്മർ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, പതിയെ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സൈഡിൽ എവിടെയെങ്കിലും കൂടുതലായിട്ട് മുടി നിൽപ്പുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മുടിയൊക്കെ വെട്ടി അത്യാവശ്യം കഴിയാറായിട്ടുണ്ട്. ഇനി മുടി വെട്ടി കഴിഞ്ഞ് ഫൈനലായിട്ട് ഒരു കാര്യം കൂടെ ചെയ്തെങ്കിലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഈ ട്രിമ്മർ ഉപയോഗിച്ച് ഷേവ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലിപ്പ് ഇടാതെ ഉപയോഗിച്ചാൽ മുറിയോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെയുള്ള വീഡിയോയിൽ. ഈ ഒരു ട്രിമ്മറിൻ്റെ ക്ലിപ്പ് ഇടാതെ ഉപയോഗിച്ച് നടത്തുന്ന മുറിയൊന്നുമില്ല. ചിലർക്ക് ബ്ലേഡ് ഉപയോഗിച്ച് ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അലർജി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ട്രിമ്മർ ഉപയോഗിക്കണം നല്ലതായിരിക്കും. ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ല. നമ്മുടെ നേരത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും വന്ന കമൻറ്റ് ഇതിങ്ങനെ ക്ലിപ്പിടാതെ ഉപയോഗിച്ച് മുറിയില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചത് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു ട്രിമ്മർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം ഏകദേശം ഒരു വർഷത്തിന് മേളിലായിട്ടുണ്ട്. 2023 ജൂൺ ആദ്യം കൂട്ടി തന്നെയാണ് ഞാൻ ഈ ട്രിമ്മർ വാങ്ങിയത്. ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ ട്രിമ്മർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ടും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു ട്രിമ്മർ ഉപയോഗിച്ച് ഷേവ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ പോയി കിട്ടും. അതുപോലെ നമ്മൾ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ അത് ചെയ്തെങ്കിലാണ് കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് ചെവിയുടെയും സൈഡിലായിട്ട് കറക്റ്റായിട്ട് ട്രിമ്മറിൻ്റെ ബ്ലേഡ് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് മുടിക്ക് കട്ടി കൂടുതൽ കാണും. അപ്പോൾ അങ്ങനെ കട്ടി കൂടിയിരിക്കുന്ന മുടി ട്രിമ്മറിൻ്റെ ക്ലിപ്പ് ഊരി വെച്ചിട്ട് വെട്ടിങ്ങിലാണ് കറക്റ്റായിട്ട് പോവുള്ളൂ. അതുപോലെ ചെവിടി അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ചെറിയൊരു ലൈൻ പോലെ ഇട്ട് കൊടുത്തെങ്കിലാണ് അതിൻ്റെ ആ ഒരു മുടി വെട്ടേണ്ട ഒരു ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് ചെയ്ത് വിടണം. ബാർബർ ഷോപ്പിൽ അവർ ബ്ലേഡൊക്കെ ഉപയോഗിച്ചാണ് ഷേവ് ചെയ്യുന്നത്. നമ്മളിത് തന്നെ ചെയ്യുന്ന സമയത്ത് ട്രിമ്മർ ഉപയോഗിച്ച് തന്നെ ചെയ്താൽ മതി. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ചെയ്യണം. ചെവി പതിയെ ഒന്ന് താത്തി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കലും അതുപോലെ മുടിവെട്ടും കൂടെ ഒരുമിച്ച് ചെയ്യാണ്ട് കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുടിവെട്ട് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പാടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുള്ള ട്രിമ്മറൊക്കെ വാങ്ങുവാണെങ്കിൽ നിങ്ങൾ ആദ്യമേയൊക്കെ വെട്ടുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും കൂട്ടിയൊന്ന് ചെയ്യിക്കുക. പിന്നീട് പതിയെ ചെയ്ത് പഠിച്ചാൽ മതി. ആദ്യമേയൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഏറ്റവും കട്ടി കൂടിയ ഏറ്റവും വലിയ ക്ലിപ്പ് ഉപയോഗിച്ച് വെട്ടുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മുടിയെല്ലാം വെട്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ ട്രിമ്മർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. എപ്പോഴും ഇനി ബ്ലേഡൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഊരി ഇതിനിടയ്ക്ക് കയറിയിരിക്കുന്ന മുടിയും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി കൊടുക്കണം. അപ്പോൾ മുടിവെട്ടെല്ലാം കഴിഞ്ഞുകൊണ്ട് ദേഹത്തെല്ലാം മുടിയായിട്ട് നമ്മളൊന്ന് കുളിക്കാൻ വന്നേക്കുവാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ തോടുണ്ട്. അതുപോലെ ഈ ട്രിമ്മർ മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് ഈ ട്രിമ്മർ ഉപയോഗിക്കുന്നുണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ട്രിമ്മറൊക്കെ മേടിച്ചായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കംപ്ലൈൻറ്റിലാണ് നമുക്ക് ഒരുപാട് വർഷം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഓരോ തവണ ഉപയോഗിച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് ബാറ്ററി റീചാർജ് ചെയ്യുക. അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ ഓരോ തവണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ഓയിലോ എന്തെങ്കിലും എണ്ണ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ഈ ട്രിമ്മർ വെള്ളം ഒഴിച്ച് കഴുകുകയൊക്കെയാണെങ്കിൽ നന്നായിട്ട് തുണി എന്തെങ്കിലും ഉപയോഗിച്ച് തുളച്ച് ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ട്രിമ്മർ വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. ഞാൻ ഈ ഒരു ട്രിമ്മർ വാങ്ങി വീഡിയോയിൽ കാണിച്ചതുപോലെയൊക്കെ ഉപയോഗിച്ചുണ്ടാവും. എനിക്ക് ഇതുവരെയായിട്ടും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി നോക്കുക.
പിന്നെ ചില സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്ന സാധനം പണി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള സാധനമാണ് കിട്ടുന്നെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് വേറെ സാധനം എടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.